രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ മണിക്കൂറുകൾ അവസാനിച്ചു. ഇനി പ്രതീക്ഷയുടെ സുവർണ മണിക്കൂറുകളാണ്. ഇന്നും കൂടിയും നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവനെ കിട്ടുക അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ ഞാൻ പറയുന്നില്ല, ആ ഒരു ഇത് കിട്ടണം ഇന്ന് നമുക്ക്. പ്രതീക്ഷയറ്റെന്ന വാക്കുകളാൽ പറയുമ്പോഴും സഹോദരി ഒന്നോർക്കുക, അതിജീവനത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് നമ്മുടേത്. ഈ കുടുംബത്തിനൊപ്പം ഇന്നുള്ളത് കണ്ണാടിക്കൽ എന്ന ചെറുഗ്രാമം മാത്രമല്ല, മുഴുവൻ മലയാളക്കരയുടെ പ്രാർത്ഥനയിലും നിങ്ങളുണ്ട്. ഞങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുടെ കണ്ണി അറ്റുപോകാത്ത അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇന്നലെയും മിനിയാന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഇന്ന് അവസാന നിമിഷമാണ്, ഇന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസത്തിൽ എത്തിയപ്പോഴും നമ്മുടെ പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ കൈവിടാതെ ഒരു നാടും ഒരു വീടും കാത്തിരിക്കുന്നത്. കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ച് തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്നാണ് നാടിന് പറയാനുള്ളത്. അർജുനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഈ കായലിലുള്ള തിരച്ചിലും നടത്തണം. അതേമാതിരി തന്നെ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇതും വ്യാപിക്കണം. നമ്മൾ ചെറിയൊരു വട്ടത്തിൽ പോരാ, ഇത് വ്യാപിച്ചിട്ട് ഒരു വലിയൊരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്തിയാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അർജുൻ്റെ ജന്മനാടായ കണ്ണാടിക്കലിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ദുരന്തഭൂമിയിലെ മുഴുവൻ കാർമേഘങ്ങളെയും ഈ നാട് സ്വാഗതം ചെയ്യുന്നു. ജീവന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമത്തിന് വെളിച്ചമേകാൻ. മനോജ് പയ്യന്നൂരിനൊപ്പം ആശം സിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.